നമസ്കാരം. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പെട്ടെന്ന് പഠിക്കണം, അതാണല്ലോ നമ്മുടെ ആവശ്യം. അപ്പൊ ഒട്ടും താമസിക്കേണ്ട, ഇംഗ്ലീഷ് വാചകങ്ങളുടെ പാറ്റേണുകൾ അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ കുറെ പാറ്റേണുകളൊക്കെ കണ്ടിരുന്നല്ലോ, അവയൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ 2 പാറ്റേണുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ചോദ്യവും ഒരു വാചകവും. ഇത് വളരെ പ്രയോജനം ചെയ്യും കേട്ടോ, നമ്മുടെ ജോലിസ്ഥലത്തായാലും ദൈനംദിന ജീവിതത്തിലായാലും. ഉദാഹരണത്തിന്, ഇപ്പൊ നമ്മൾ പുറത്തു പോവാണെന്നിരിക്കട്ടെ, അപ്പൊ നമ്മുടെ കൂടെ വരുന്ന ആളിനോട് നമ്മൾ എന്താ പറയുക? നീ റെഡിയായോ, നമുക്കിപ്പോ ഇറങ്ങണം. കണ്ടില്ലേ, ഒരു ചോദ്യവും ഒരു വാചകവും. അപ്പൊ ഇന്നത്തോടെ നമ്മൾ ഇങ്ങനെയുള്ള വാചകങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ പഠിക്കും. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി ഒരു ഹോംവർക്കും ഉണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂത്ത് ജോൺസൺ. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് പഠിക്കാം. എങ്കിൽ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ പാറ്റേൺ നോക്കാം. ഐ നീഡ് ടു, അതായത് എനിക്ക് ചെയ്യണം, എനിക്ക് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറയാനായിട്ട്. എക്സാമ്പിൾ, എനിക്ക് മാർക്കറ്റിൽ പോകണം. എനിക്ക് പോകണം, ഐ നീഡ് ടു ഗോ. എനിക്ക് മാർക്കറ്റിൽ പോകണം, ഐ നീഡ് ടു ഗോ ടു ദ മാർക്കറ്റ്. ഇതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. റിപ്പീറ്റ്. എനിക്ക് മാർക്കറ്റിൽ പോകണം, ഐ നീഡ് ടു ഗോ ടു ദ മാർക്കറ്റ്. ഇപ്പൊ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഐ നീഡ് ടു ഗോ ടു ദ മാർക്കറ്റും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഐ വോണ്ട് ടു ഗോ ടു ദ മാർക്കറ്റും തമ്മിൽ എന്താ വ്യത്യാസം? കാരണം മലയാളത്തിൽ പറയുമ്പോൾ രണ്ടും എനിക്ക് മാർക്കറ്റിൽ പോകണം എന്ന് വരും. പക്ഷെ വ്യത്യാസമുണ്ട് കേട്ടോ. ഐ വോണ്ട് ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട്, ഇന്ന കാര്യം ചെയ്യണമെന്നുണ്ട് എന്നാണ് വരിക. ഇനി ആ കാര്യം ചെയ്തില്ലേലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. എന്നാൽ ഐ നീഡ് ടു എന്ന് പറഞ്ഞാൽ എനിക്കിത് ചെയ്തേ പറ്റൂ, അത് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന്, ഐ വോണ്ട് ടു ഈറ്റ് ബിരിയാണി എന്ന് പറഞ്ഞാൽ എനിക്ക് ബിരിയാണി കഴിക്കണമെന്നുണ്ട്, കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഇനി ബിരിയാണി കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ ചോറ് ഉണ്ണും, അല്ലേ? എന്നാൽ ഐ നീഡ് ടു കുക്ക് ഡിന്നർ എന്ന് പറഞ്ഞാലോ, എനിക്ക് അത്താഴം ഉണ്ടാക്കണം, അത്യാവശ്യമാണ്. അത്താഴം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? പട്ടിണി കിടക്കേണ്ടി വരും. അപ്പൊ ഐ വോണ്ട് ടു ഐ നീഡ് ടു തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പൊ ഇനിയും നമുക്ക് ഐ നീഡ് ടുവിന്റെ കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം. എനിക്ക് ഈ ഫോൺ കോൾ എടുക്കണം, ഐ നീഡ് ടു ടേക്ക് ദിസ് ഫോൺ കോൾ. റിപ്പീറ്റ്. എനിക്ക് ഈ ഫോൺ കോൾ എടുക്കണം, ഐ നീഡ് ടു ടേക്ക് ദിസ് ഫോൺ കോൾ. നെക്സ്റ്റ്, എനിക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കണം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനുള്ള വാക്കാണ് വേക്കപ്പ്. ഐ നീഡ് ടു വേക്കപ്പ് ഏർലി ടുമോറോ. റിപ്പീറ്റ്. എനിക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കണം, ഐ നീഡ് ടു വേക്കപ്പ് ഏർലി ടുമോറോ. എനിക്ക് എന്റെ ബൈക്ക് സർവീസ് ചെയ്യണം, ഐ നീഡ് ടു സർവീസ് മൈ ബൈക്ക്. റിപ്പീറ്റ്. എനിക്ക് എന്റെ ബൈക്ക് സർവീസ് ചെയ്യണം, ഐ നീഡ് ടു സർവീസ് മൈ ബൈക്ക്. നെക്സ്റ്റ്, എനിക്കൊരു കാര്യം ചോദിക്കണം, ഐ നീഡ് ടു ആസ്ക് സംതിങ്. റിപ്പീറ്റ്. എനിക്കൊരു കാര്യം ചോദിക്കണം, ഐ നീഡ് ടു ആസ്ക് സംതിങ്. നെക്സ്റ്റ്, എനിക്ക് സംസാരിക്കണം, ഐ നീഡ് ടു ടോക്ക്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം, ഐ നീഡ് ടു ടോക്ക് ടു യു. ഇപ്പൊ ഒരു കാര്യം ക്ലിയർ ആക്കി തരാം. പലപ്പോഴും ഐ നീഡ് ടു ടോക്ക് വിത്ത് യു, ഐ നീഡ് ടു ടോക്ക് യു എന്നൊക്കെ പറഞ്ഞു കേൾക്കും. അത് ശരിയല്ല. ഇപ്പൊ പറയേണ്ടത് എങ്ങനെയാണ്? ഐ നീഡ് ടു ടോക്ക് ടു യു, ഐ നീഡ് ടു ടോക്ക് ടു യു. നെക്സ്റ്റ്, എനിക്കൊരു ഒപ്പ് വേണം, ഐ നീഡ് ടു ഗെറ്റ് എ സിഗ്നേച്ചർ. എനിക്ക് ഈ ഫോമിൽ ഒരു ഒപ്പ് വേണം, ഐ നീഡ് ടു ഗെറ്റ് എ സിഗ്നേച്ചർ ഓൺ ദിസ് ഫോം. റിപ്പീറ്റ്. എനിക്ക് ഈ ഫോമിൽ ഒരു ഒപ്പ് വേണം, ഐ നീഡ് ടു ഗെറ്റ് എ സിഗ്നേച്ചർ ഓൺ ദിസ് ഫോം. നെക്സ്റ്റ്, നമുക്ക് ഇറങ്ങണം. നമുക്ക് എന്ന് പറയുമ്പോൾ വി നീഡ് ടു ലീവ്.
നമുക്ക് ഇപ്പോ ഇറങ്ങണം. വി നീഡ് ടു ലീവ് നൗ. റിപ്പീറ്റ്. നമുക്ക് ഇപ്പോ ഇറങ്ങണം. വി നീഡ് ടു ലീവ് നൗ. പിന്നെ നമ്മൾ ഓഫീസിലൊക്കെ പറയത്തില്ലേ, എനിക്കൊരു ഫയൽ അയക്കണം. ഐ നീഡ് ടു സെൻഡ് എ ഫയൽ. എനിക്ക് ഇപ്പൊ തന്നെ ഒരു ഫയൽ അയക്കണം. ഐ നീഡ് ടു സെൻഡ് എ ഫയൽ റൈറ്റ് നൗ. റിപ്പീറ്റ്. എനിക്ക് ഇപ്പൊ തന്നെ ഒരു ഫയൽ അയക്കണം. ഐ നീഡ് ടു സെൻഡ് എ ഫയൽ റൈറ്റ് നൗ. നെക്സ്റ്റ്, എനിക്ക് റിപ്പോർട്ട് കാണണം. ഐ നീഡ് ടു സീ ദ റിപ്പോർട്ട്. റിപ്പീറ്റ്. എനിക്ക് റിപ്പോർട്ട് കാണണം. ഐ നീഡ് ടു സീ ദ റിപ്പോർട്ട്. അപ്പൊ നീഡ് ടുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അല്ലേ? ഇനി നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ പാറ്റേൺ നോക്കാം. ഒരു ചോദ്യം, ഒരാളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി, അല്ലെങ്കിൽ അയാൾ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട്. ആർ യു എന്ന് തുടങ്ങിയിട്ട് ആ കാര്യം എന്ന് ചോദിച്ചാൽ മതി. എക്സാമ്പിൾ, നിങ്ങൾ ഫ്രീ ആണോ? ആർ യു ഫ്രീ? നിങ്ങൾ ഇപ്പോ ഫ്രീ ആണോ? ആർ യു ഫ്രീ റൈറ്റ് നൗ? റിപ്പീറ്റ്. നിങ്ങൾ ഇപ്പോ ഫ്രീ ആണോ? ആർ യു ഫ്രീ റൈറ്റ് നൗ? നെക്സ്റ്റ്, താൻ തിരക്കിലാണോ? ആർ യു ബിസി? റിപ്പീറ്റ്. താൻ തിരക്കിലാണോ? ആർ യു ബിസി? പക്ഷെ നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ? യു ആർ ബിസി എന്ന് ചോദിക്കും. പക്ഷേ ചോദ്യം ചോദിക്കുമ്പോൾ എപ്പോഴും യു ആർ എന്നല്ല, ആർ യു എന്ന് തന്നെ ചോദിക്കണം. ആർ യു ബിസി? പിന്നെ അതുപോലെ തന്നെ ഇതൊരു ചോദ്യം ആയതുകൊണ്ട് നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് ആർ യു ബിസി ഇങ്ങനെയല്ല. ആർ യു ബിസി ശബ്ദം ഉയർത്തി വേണം ചോദിക്കാനായിട്ട് അവസാന ഭാഗത്ത്. നെക്സ്റ്റ്, നീ ഇപ്പൊ പുറത്തേക്ക് പോവുകയാണോ? ആർ യു ഗോയിങ് ഔട്ട് നൗ? റിപ്പീറ്റ്. നീ ഇപ്പൊ പുറത്തു പോവുകയാണോ? ആർ യു ഗോയിങ് ഔട്ട് നൗ? നെക്സ്റ്റ്, നിങ്ങൾ ഓഫീസിലാണോ? ആർ യു അറ്റ് ദ ഓഫീസ്? റിപ്പീറ്റ്. നിങ്ങൾ ഓഫീസിലാണോ? ആർ യു അറ്റ് ദ ഓഫീസ്? ഇനി ഓഫീസിൽ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ സിസ്റ്റത്തിന് മുന്നിലുണ്ടോ? ആർ യു അറ്റ് യുവർ സിസ്റ്റം? എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ നിങ്ങളുടെ ഡെസ്കിൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുവാണോ? ജോലി ചെയ്യാൻ ഇരിക്കുവാണോ? അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ സിസ്റ്റത്തിന് മുമ്പിലാണെങ്കിലല്ലേ നമുക്കൊരു ഫയലൊക്കെ അയക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയുള്ള സമയത്താണ് ചോദിക്കുന്നത്. റിപ്പീറ്റ്. നിങ്ങൾ സിസ്റ്റത്തിന് മുന്നിലാണോ? ആർ യു അറ്റ് യുവർ സിസ്റ്റം? നെക്സ്റ്റ്, നിങ്ങൾ ആ പ്രോജക്റ്റ് ചെയ്യുകയാണോ? ആർ യു വർക്കിംഗ് ഓൺ ദാറ്റ് പ്രോജക്റ്റ്? റിപ്പീറ്റ്. നിങ്ങൾ ആ പ്രോജക്റ്റ് ചെയ്യുകയാണോ? ആർ യു വർക്കിംഗ് ഓൺ ദാറ്റ് പ്രോജക്റ്റ്? നെക്സ്റ്റ്, നിങ്ങൾ തയ്യാറാണോ? ആർ യു റെഡി? റിപ്പീറ്റ്. നിങ്ങൾ തയ്യാറാണോ? ആർ യു റെഡി? നെക്സ്റ്റ്, നിങ്ങൾ നാളെ വരുന്നുണ്ടോ? ആർ യു കമ്മിങ് ടുമോറോ? റിപ്പീറ്റ്. നിങ്ങൾ നാളെ വരുന്നുണ്ടോ? ആർ യു കമ്മിങ് ടുമോറോ? നെക്സ്റ്റ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആർ യു ഓക്കെ? റിപ്പീറ്റ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആർ യു ഓക്കെ? നെക്സ്റ്റ്, നിനക്ക് വിശക്കുന്നുണ്ടോ? ആർ യു ഹംഗ്രി? റിപ്പീറ്റ്. നിനക്ക് വിശക്കുന്നുണ്ടോ? ആർ യു ഹംഗ്രി? നെക്സ്റ്റ്, നിങ്ങൾ നാളെ അവധിയിലാണോ? ആർ യു ഓൺ ലീവ് ടുമോറോ? റിപ്പീറ്റ്. നിങ്ങൾ നാളെ അവധിയിലാണോ? ആർ യു ഓൺ ലീവ് ടുമോറോ? അപ്പൊ ആർ യുവിന്റെ ഉപയോഗം പഠിച്ചല്ലോ. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇത് രണ്ടും ചേർത്ത് ഉപയോഗിച്ച് കഴിയുമ്പോഴല്ലോ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ്. ഇനിയുള്ള ഭാഗത്ത് നമ്മൾ അതാണ് കാണാൻ പോകുന്നത്. നമ്മുടെ ഓഫീസിലായാലും ദൈനംദിന ജീവിതത്തിലായാലും ഒക്കെ എപ്പോഴും നമുക്ക് ഇത് ഉപയോഗം വരും. എക്സാമ്പിൾ, താൻ ഫ്രീ ആണോ? എനിക്ക് തന്നോട് സംസാരിക്കണം. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ആർ യു ഫ്രീ? ഐ നീഡ് ടു ടോക്ക് ടു യു. റിപ്പീറ്റ്. നീ ഫ്രീ ആണോ? എനിക്ക് തന്നോട് സംസാരിക്കണം. ആർ യു ഫ്രീ? ഐ നീഡ് ടു ടോക്ക് ടു യു. നെക്സ്റ്റ്, നീ ഇപ്പൊ പുറത്തേക്ക് പോവുകയാണോ? എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. ആർ യു ഗോയിങ് ഔട്ട് നൗ?
I need to buy some groceries. ഇപ്പൊ ഒരു കാര്യം ഞാൻ ക്ലിയർ ആക്കാമേ. പലപ്പോഴും സ്റ്റുഡൻസ് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഐ നീഡ് ടു ബൈ സം കഴിഞ്ഞിട്ട് ഇപ്പം വെജിറ്റബിൾസ് ആണെങ്കിൽ അവർ പറയും വെജിറ്റബിൾ, അല്ലെങ്കിൽ ഗ്രോസറീസിന് പകരം ഗ്രോസറി എന്ന് പറയുന്നത്. അത് അങ്ങനെയല്ല പറയേണ്ടത്. ഐ നീഡ് ടു ബൈ സം വെജിറ്റബിൾസ്, ഐ നീഡ് ടു ബൈ സം ഗ്രോസറീസ്, ഇങ്ങനെ വേണം പറയാനായിട്ട്. സിംഗുലർ അല്ല, പ്ലൂറൽ ആയിട്ട് പറയണം. ഓക്കെ, റിപ്പീറ്റ്. നീ ഇപ്പൊ പുറത്തേക്ക് പോവുകയാണോ? എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ആർ യു ഗോയിങ് ഔട്ട് നൗ? ഐ നീഡ് ടു ബൈ സം ഗ്രോസറീസ്. ജോലി സ്ഥലത്തെ ഒരു എക്സാമ്പിൾ. നീ സിസ്റ്റത്തിന് മുമ്പിലുണ്ടോ? എനിക്കൊരു ഫയൽ അയക്കണം. ആർ യു അറ്റ് യുവർ സിസ്റ്റം? ഐ നീഡ് ടു സെൻഡ് എ ഫയൽ. റിപ്പീറ്റ്. നീ സിസ്റ്റത്തിന് മുന്നിലുണ്ടോ? എനിക്കൊരു ഫയൽ അയക്കണം. ആർ യു അറ്റ് യുവർ സിസ്റ്റം? ഐ നീഡ് ടു സെൻഡ് എ ഫയൽ. നെക്സ്റ്റ്, നിങ്ങൾ ആ പ്രോജക്റ്റ് ചെയ്യുകയാണോ? എനിക്ക് ആ റിപ്പോർട്ട് ഒന്ന് കാണണം. ആർ യു വർക്കിംഗ് ഓൺ ദാറ്റ് പ്രോജക്റ്റ്? ഐ നീഡ് ടു സീ ദ റിപ്പോർട്ട്. റിപ്പീറ്റ്. നിങ്ങൾ ആ പ്രോജക്റ്റ് ചെയ്യുകയാണോ? എനിക്ക് ആ റിപ്പോർട്ട് ഒന്ന് കാണണം. ആർ യു വർക്കിംഗ് ഓൺ ദാറ്റ് പ്രോജക്റ്റ്? ഐ നീഡ് ടു സീ ദ റിപ്പോർട്ട്. ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. ഞാൻ ആദ്യം മലയാളത്തിൽ പറയാം, അപ്പൊ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് അത് തന്നെത്താനെ ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കണം. ഓക്കെ, റെഡി? നിങ്ങളിപ്പോ ഫ്രീ ആണോ? എനിക്ക് ഈ ഫോമിൽ ഒരു ഒപ്പ് വേണം. പോസ്. ട്രൈ ചെയ്യുവാണല്ലോ. ഡൺ. ആർ യു ഫ്രീ റൈറ്റ് നൗ? ഐ നീഡ് ടു ഗെറ്റ് എ സിഗ്നേച്ചർ ഓൺ ദിസ് ഫോം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് കേട്ടോ. പ്രത്യേകിച്ചും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവര്, നേറ്റീവ് സ്പീക്കേഴ്സ് നമ്മളെ പറ്റി പറയാറുണ്ട് നമ്മൾ പരുക്കനായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം നമ്മൾ നമ്മുടെ കാര്യം നേരിട്ട് അങ്ങ് പറയും, പക്ഷെ ഇങ്ങനെയൊക്കെ വേണം പറയാനായിട്ട്. ആർ യു ഫ്രീ റൈറ്റ് നൗ? ഐ നീഡ് ടു ഗെറ്റ് എ സിഗ്നേച്ചർ. ഇങ്ങനെയൊക്കെ പറയണം, അല്ലാതെ പ്ലീസ് സൈൻ ഹിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി പരുക്കനായിട്ട് പോകും. നെക്സ്റ്റ്, നിങ്ങൾ റെഡിയാണോ? നമുക്കിപ്പോ ഇറങ്ങണം. പോസ്. Okay, done. Are you ready? We need to leave now. Okay, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കണ്ടിട്ടാണ് മറ്റുള്ളവർ ഈ വീഡിയോ കാണാൻ വരുന്നത്. താങ്ക് യു. ഇനി നിങ്ങൾക്കുള്ള ഹോംവർക്ക്. നിങ്ങൾ ഫ്രീ ആണോ? എനിക്കൊരു കാര്യം ചോദിക്കണം. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇതൊന്ന് കമന്റിലിടണേ. ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ക്ലാസ്സുകൾ മുടങ്ങാതെ കിട്ടാനായിട്ട് നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ. സീ യു സൂൺ.